ആധുനിക യുദ്ധോപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും കാര്യത്തിൽ പ്രബലമായ രാഷ്ട്രമായിരിക്കുകയാണ് റഷ്യ. ഇപ്പോഴിതാ യുഎസിന് ചെക്കുവെച്ച് റഷ്യയുടെ പുത്തൻ ചുവട്. സൗഹൃദ രാജ്യങ്ങളുമായി അതായത് ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ ഒരു സഖ്യം ആരംഭിക്കാൻ റഷ്യൻ ഡയറക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയിലെ മോസ്കോയിൽ നടന്ന കോൺഫറൻസിനോടനുബന്ധിച്ചാണ് ചീഫ് എക്സിക്യൂട്ടീവ് കിറിൽ ദിമിട്രിവ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. ബ്ലോക്കിലെ 6 അംഗരാജ്യങ്ങളായ റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിലെ 20-ലധികം കമ്പനികൾ ഇതിനകം ബ്രിക്സ് AI സഖ്യത്തിന്റെ ഭാഗമാണ്. മേഖലയിലെ അമേരിക്കൻ ആധിപത്യത്തെ ചെറുക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിച്ച ബ്രിക്സ് രാഷ്ട്രങ്ങളുമായും മറ്റ് ആഗോള പങ്കാളികളുമായും റഷ്യ സഹകരിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യ യുക്രൈനിൽ നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ റഷ്യയുടെ AI വികസനത്തെ തടയുകയായിരുന്നു. ഉപരോധങ്ങൾ നിലവിൽ വന്നതോടെ മൈക്രോ ചിപ്പുകളുടെ പ്രധാന നിർമ്മാതാക്കൾ റഷ്യയിലേക്കുള്ള കയറ്റുമതി നിർത്തി. ഇത് റഷ്യയുടെ AI അഭിലാഷങ്ങൾക്ക് കാര്യമായ തിരിച്ചടിയുമായി. എന്നാൽ റഷ്യയിലെ ഏറ്റവും വലിയ വായ്പാദാതാവും AI വികസനത്തിലെ മുൻനിരക്കാരനുമായ സ്ബെർബാങ്ക് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള സഹായം നൽകി. ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് കെസാൻ ഉച്ചകോടിയിലാണ് ബ്രിക്സ് പ്ലസ് AI സഖ്യം രൂപീകരിക്കാനുള്ള ആശയം ആദ്യമായി വ്ളാഡിമിർ പുടിൻ അവതരിപ്പിച്ചത്. റഷ്യയുടെ പ്രത്യയശാസ്ത്രപരമായ പരമാധികാരത്തിന് സാങ്കേതിക വിദ്യയുടെ വികസനം നിർണായകമാണെന്ന് പറഞ്ഞിരുന്നു. AI കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞു, തുടക്കത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർ കൂടി ഉൾപ്പെട്ടതായിരുന്നു ബ്രിക്സ് സഖ്യം. പിന്നീട് ഈജിപ്ത്, ഇറാൻ, എത്യോപ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ 2024 ജനുവരി 1 ഔദ്യോഗികമായി ബ്രിക്സിൽ അംഗങ്ങളായപ്പോൾ സഖ്യം വിപുലീകരിക്കപ്പെട്ടു. സഖ്യം രൂപീകരിക്കുന്നതിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 50-ലധികം കമ്പനികളിൽ സർവകലാശാലകൾ, മെഡിക്കൽ കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്പർമാർ, സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നവർ, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇലക്ട്രിക് ബാറ്ററികൾ, അർദ്ധചാലകങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടുന്നതായി ദിമിട്രിവ് പറയുന്നു. പുതിയ സഖ്യം പൊതു വാണിജ്യ മേഖലകളിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവയാണെന്ന് RDIF പറയുന്നു. പല പാശ്ചാത്യ രാജ്യങ്ങളും AI സാങ്കേതിക വിദ്യകളിലേക്കുള്ള ബ്രിക്സിന്റെ പ്രവേശനം പരിമിതപ്പെടുത്താൻ ശ്രമം നടത്തുന്നതിനാൽ ഈ നീക്കം വളരെ പ്രധാനമാണെന്ന് ദിമിട്രിവ് പറയുകയുണ്ടായി. വിവിധ കമ്പനികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ AI സാങ്കേതിക വിദ്യകൾ കൂടുതൽ വേഗത്തിലും ശക്തമായും വികസിപ്പിക്കാൻ ഈ സഖ്യത്തിന് കഴിയുമെന്ന് RDIF ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ മേഖലയിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനായി 2011 സർക്കാർ സൃഷ്ടിച്ച റഷ്യയുടെ പരമാധികാര സമ്പദ് ഫണ്ടാണ് RDIF. കഴിഞ്ഞ മാസം റഷ്യൻ സഖ്യകക്ഷിയായ ബെലാറസും ഔദ്യോഗികമായി ബ്രിക്സ് പങ്കാളി രാജ്യമായി മാറിയതായി പ്രഖ്യാപിച്ചു. ഇന്തോനേഷ്യയും ബ്രിക്സിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതിയുടെ ഭാഗമായി മാറിയതായി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ പങ്കിൻ അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടികളിലും വിദേശകാര്യമന്ത്രിമാരുടെ യോഗങ്ങളിലും ഉച്ചകോടിയുടെ പ്രത്യേക സെഷനുകളിലും മറ്റ് ഉന്നതതല പരിപാടികളിലും ബ്രിക്സ് രാജ്യങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുന്നതോടെ ആ രാജ്യത്തിന് പങ്കാളി രാജ്യമെന്ന പദവി റഷ്യ നൽകുന്നുണ്ട്. അതേസമയം ബ്രിക്സിന്റെ പങ്കാളി രാജ്യമാകാൻ ബൊളീവിയയ്ക്ക് ക്ഷണം ലഭിച്ചതായി ബൊളീവിയൻ വിദേശകാര്യമന്ത്രി സെലിൻഡ സോസ വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.